എന്റെ എല്ലാ ടാങ്ക് ക്ലീനിങ് വീഡിയോസിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ടാങ്ക് ക്ലീൻ ചെയ്യണതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ എക്സ്ട്രാ കണ്ടെയ്നേഴ്സ് എടുക്കുന്നത് ആ വീഡിയോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രൂഫ് ആണ് കേട്ടോ ഇത്. ഇത്തിരി പോകുന്ന വെള്ളത്തിലാണെങ്കിലും ഉള്ളിലേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരാൾ നിൽക്കുന്നത് നമുക്ക് ശരിക്കും മനസ്സിലാവും. വാട്ടർ പ്ലാന്റ്സ് ഒക്കെ അധികം ഉള്ളപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റാതെ നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. പ്ലാന്റ്സും നമ്മുടെ പോട്ടൊക്കെ മാറ്റിയിടാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടെയ്നേഴ്സ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. പിന്നെ ടാങ്കിൽ നിന്ന് സൈഫൺ ചെയ്ത് വെള്ളം സക്ക് ചെയ്തെടുക്കുന്നതും ഈ കണ്ടെയ്നേഴ്സിലേക്ക് തന്നെ ഒഴിച്ചു. അതാകുമ്പോൾ ഈ പ്ലാന്റ്സും വാട്ടറൊക്കെ മാറ്റുന്ന ടൈമിൽ പെട്ടുപോകുന്ന മീൻകുഞ്ഞുങ്ങളെ പോലും നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ പെട്ടുപോയൊരു മീൻകുഞ്ഞാട്ടോ അതാ ഈ ഒരു സൈസിൽ ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. അന്ന് ബാംഗ്ലൂർ പോകുന്നതിന് മുന്നേ ടാങ്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടായില്ലേ, അപ്പൊ പെട്ടുപോയത് അവനോട് സാധ്യത. മാസങ്ങൾക്ക് ശേഷം വന്ന് നോക്കിയപ്പോ ഈ ഒരു സൈസിലാണ് ആളെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നോക്കിയില്ല, നമ്മൾ തായ്ലാന്റിൽ നിന്ന് കൊണ്ടുവന്ന് ആ സ്കൂപ്പിൽ കോരി എടുത്തിട്ട് ടാങ്കിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആള് നല്ല രീതിയിൽ ജീവിക്കും. അതിന്റെ കൂടെ നമുക്ക് വേറൊരു കുഞ്ഞൻ ഫിഷിനെ കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവൻ അന്ന് വീണത് അവൻ എന്തായാലും സാധ്യതയില്ല. റീസെന്റ് ആയിട്ട് ഞാൻ കുറച്ച് വാട്ടർ ക്യാബേജ് എടുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതിന്റെ പേരിൽ കുടുങ്ങിയത് പോലീസ് അറ്റാക്ക് ചെയ്യാൻ വന്നതല്ല, ഫീഡിൽ മനസ്സിലായപ്പോ പോയി.